ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ഒരിക്കൽ കൂടെ നമുക്കെല്ലാവർക്കും ദൈവവചനം കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് അവസരം തന്നു. നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് ഒരു വേദവാക്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. പ്രതീക്ഷ നശിച്ചു പോയതായ ഒരു കൂട്ടം ആളുകൾ, പ്രത്യാശ നശിച്ചു പോയതായ ഒരു കൂട്ടം ആളുകൾ, ആശ അറ്റുപോയതായ ഒരു കൂട്ടം ആളുകൾ. അതിന് തക്കതായ കാരണമുണ്ട് താനും. വളരെ നാളുകളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണുന്നില്ല, ഒരു പ്രകാശം ലഭിക്കുന്നില്ല, ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നില്ല, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് ഈ സൂര്യൻ ഉദിച്ചു നിന്നതായിരുന്നു, ഒരു കാലത്ത് ഈ സൂര്യപ്രകാശം ലഭിച്ചതായിരുന്നു. എന്നാൽ ഇന്ന് ഏതൊക്കെയോ കരിനിഴലുകൾ, കാർമേഘങ്ങൾ വന്ന് സൂര്യപ്രകാശത്തെ തടുത്ത് നിർത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, ജീവിതത്തിലേക്ക് ചില കൊടുങ്കാറ്റുകൾ, ചില ചുഴലിക്കാറ്റുകൾ, അത് രോഗമായിട്ടാവാം, പണത്തിന് ഞെരുക്കമായിട്ടാവാം, കുടുംബ പ്രശ്നങ്ങളായിട്ടാവാം, ആപത്തുകളോ അനർത്ഥങ്ങളോ അത്യാഹിതങ്ങളോ അപകടങ്ങളോ ആയിട്ടാവാം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി എന്നാണ് നാം വായിച്ചത്. പ്രതീക്ഷ നശിച്ചതായ ഒരു കൂട്ടം ആളുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിരാശയോടെയാണോ ഇരിക്കുന്നത്? പ്രതീക്ഷ നശിച്ചാണോ ഇരിക്കുന്നത്? ആശയറ്റവരായിട്ടാണോ ഇരിക്കുന്നത്? മുൻപോട്ടൊരു വഴി കാണാതെ ഇതാ വഴികളെല്ലാം അടഞ്ഞ് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് നിരാശയോടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം സദ്വർത്തമാനം കേൾക്കുകയാണ്, നാം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുകയാണ്. നിങ്ങളെ സഹായിക്കാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യാശ തരുവാൻ, നിങ്ങൾക്ക് നല്ലൊരു ഭാവി തരുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ താണുപോയ മുഖത്തെ നിവർത്തുവാൻ, ചിരി നഷ്ടപ്പെട്ടതായ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ മുഖത്തും ചിരി തരുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ആ സദ്വാർത്ത എന്ന് പറയുന്നത്. അതാണ് സുവിശേഷം. യേശുക്രിസ്തു ജീവിക്കുന്നു. പാപിയെ സ്നേഹിക്കുന്ന, പാപത്തിന് പരിഹാരം വരുത്തി കാൽവറിയിൽ മരിച്ച ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. അത് പ്രതീക്ഷ നശിച്ച രംഗങ്ങളിൽ, പ്രത്യാശ നശിച്ചതായ സാഹചര്യങ്ങളിൽ പ്രതീക്ഷയും പുത്തൻ പ്രത്യാശയും തരുന്ന യേശുക്രിസ്തു ജീവിക്കുന്നു. ആ യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുക്രിസ്തുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പ്രതീക്ഷ നശിച്ച അനേകരെ നാം കാണുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നവർക്കെല്ലാം കർത്താവ് പ്രതീക്ഷ നൽകിയാണ് വിട്ടത്. കർത്താവ് പ്രത്യാശ കൊടുത്തിട്ടുണ്ട്. നാം അനേകരുടെ ജീവിത അനുഭവം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്നും അതുപോലെ പ്രതീക്ഷ നശിച്ചതായ ഒരു വ്യക്തിയെക്കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ്. അത് ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 27-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പ്രതീക്ഷ നശിച്ചതായ ഒരു ദൈവദാസൻ്റെ വാക്കുകളാണ് നാം അവിടെ കേൾക്കുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 27-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം ദാവീദ്, ഞാനൊരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കേയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു ദാവീദ്. ഇസ്രായേലിൻ്റെ മധുര ഗായകനായിരുന്നു ദാവീദ്. പ്രവാചക ശ്രേഷ്ഠനായിരുന്നു ദാവീദ്. ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു ദാവീദ്. എന്നാൽ ജീവിതത്തിൽ ഒരു ഘട്ടം വന്നപ്പോൾ ദാവീദ് നിരാശയോടെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അനന്തരം ദാവീദ്, ഞാനൊരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കേയുള്ളൂ. ഞാൻ ഒരു ദിവസം ഈ ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, വഴിമുട്ടിപ്പോയതായ ഒരു ജീവിത അനുഭവത്തിൽ നിന്നാണ് ദാവീദ് ഇത് പറയുന്നത്. ഞാൻ ഒരിക്കൽ ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ എന്നാണ് ദാവീദ് ഇവിടെ നിരാശയോടെ അന്തരംഗത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ ഒരിക്കൽ നശിക്കുകയുള്ളൂ.
ഈ ശൗലിനെ കൊല്ലും, ഈ ശൗലിൻ്റെ കയ്യാൽ ഞാൻ നശിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്നു ശൗല്. ശൗലിനെ ദൈവത്തിൻ്റെ പ്രവാചകനായ ശമൂവേൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവായി വാഴിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ശൗലിന് കിട്ടിയതായിരുന്നു. എന്നാൽ ശൗല് ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞ അതേ അർത്ഥത്തിൽ അതേ ഗൗരവത്തിൽ അനുസരിക്കാത്തത് കൊണ്ട് ശൗലിന് ജീവനുള്ള ദൈവം തന്നെ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തുനിന്ന് മാറ്റുകയുണ്ടായി. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം ആദ്യ ഭാഗം നാം വായിച്ചാൽ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ശൗലിനെ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം ദൈവം തന്നെ തിരഞ്ഞെടുത്തതായ ഒരു രാജാവാണ് ദാവീദ്. ശൗലിനെ തിരഞ്ഞെടുത്തത് മനുഷ്യരാണ്, എന്നാൽ ദാവീദിനെ തിരഞ്ഞെടുത്തത് ജീവനുള്ള ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വന്ന് ഇസ്രായേലിനെ ഭരിക്കുവാൻ ദൈവം ദാവീദിനെ നിയോഗിച്ചു. ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. എന്നാൽ അനേക വർഷങ്ങൾ ദാവീദിന് ആ രാജസിംഹാസനത്തിലേക്ക്, രാജകൊട്ടാരത്തിലേക്ക് വരുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? ഇസ്രായേലിൻ്റെ എന്നത്തെയും ശത്രുവായിരുന്നു ഫെലിസ്ത്യര്. എന്നാൽ ഈ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ ഈ ആട്ടിട ബാലനായ ദാവീദ് ഒരു ചെറിയ കവണയും കല്ലും കൊണ്ട് ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് കൊല്ലുകയുണ്ടായി. അത് ശൗലിന് സന്തോഷമായി. ആ സംഭവം 1 ശമൂവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 5 മുതലുള്ള ചില വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ കൊന്നിട്ട് അവന് തലയുമായിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദിനെ ശൗലിൻ്റെ സൈന്യാധിപനാക്കുകയാണ്. ശൗലിന് സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, 18-ാം അധ്യായം 5 മുതലുള്ള ഏതാനും ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. പ്രിയപ്പെട്ടവരെ, ശൗൽ അയക്കുന്നിടത്തെല്ലാം ദാവീദ് പോയി വിവേകത്തോടെ കാര്യാദികളെല്ലാം ദാവീദ് നടത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ശൗൽ അവനെ പടജ്ജനത്തിന് മേധാവിയാക്കി. അതുകൊണ്ട് ശൗൽ എന്ത് ചെയ്തു? ഈ ദാവീദിനെ പടജ്ജനത്തിന് മേധാവിയാക്കി, സൈന്യത്തിൻ്റെ അധിപതിയാക്കി. കാരണം ഒരു ദൈവത്തിൻ്റെ കൃപ ഈ ദാവീദിൻ്റെ കൂടെയുണ്ടെന്ന് ശൗലിനും മനസ്സിലായി. അടുത്ത വാക്യം എന്താണ്? ഇത് സർവ്വജനത്തിനും ശൗലിന്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ദാവീദിനെ സമ്മതിച്ചു. ദാവീദിനെ കുറിച്ച് സന്തോഷമാണ്. ഈ പടജനത്തിന് മേധാവിയായി ദാവീദ് ഇരിക്കുന്നതും ജനത്തെ നയിക്കുന്നതും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി. ശൗലിനും ഇഷ്ടമായി, ജനത്തിനും ഇഷ്ടമായി. പിന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? ദാവീദ് ഫെലിസ്തനെ സംഹരിച്ച ശേഷം സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിലെ കന്യകമാരെല്ലാം പാടിയും നൃത്തം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ എന്താണ് അവർ പറഞ്ഞത്? തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് വരികയാണ്. കാരണം ഫെലിസ്ത്യ മല്ലനായ, എന്നും പേടി സ്വപ്നമായ, ഇസ്രായേൽ മക്കളുടെ പേടി സ്വപ്നമായ ഈ ഫെലിസ്ത്യ സൈന്യത്തെ നശിപ്പിച്ചിട്ട് അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ജയഭേരി മുഴക്കിക്കൊണ്ടാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ശൗൽ രാജാവിനെ എതിരേറ്റ് ചെല്ലുകയാണ്. ഇസ്രായേൽ കന്യകമാർ തപ്പിനോടും നൃത്തത്തോടും സന്തോഷത്തോടും കൂടെ കിന്നരത്തോടും കൂടെ ആർത്തുപാടി ശൗലിനെ എതിരേറ്റ് വരികയാണ്. എന്താണ് ഈ കന്യകമാർ പാടുന്നത്? സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി. ഈ സ്ത്രീകൾ വാദ്യഘോഷങ്ങളോടുകൂടെ ഗാനപ്രതിഗാനമായി പാടുകയാണ്. സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കുകയാണ്. എന്താണ് അവർ ആർത്ത് വിളിക്കുന്നത്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. ദാവീദോ 10,000 എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രശ്നം തുടങ്ങുകയാണ്. അവിടെ പ്രശ്നം ആരംഭിക്കുകയാണ്. അതുവരെ സന്തോഷമായിരുന്നു ശൗലിന്. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ കൊന്നത് സന്തോഷമായിരുന്നു, നല്ല കാര്യമായിരുന്നു. പടജനത്തിനെ മേധാവിയാക്കി, അത് സന്തോഷമായിരുന്നു. പക്ഷേ ഈ സ്ത്രീജനം എന്താണ് പാടുന്നത്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. മഹത്വം ദാവീദിന് പോവുകയാണ്, പ്രശംസ ദാവീദിന് പോവുകയാണ്, പുകഴ്ച ദാവീദിന് പോവുകയാണ്, അംഗീകാരം ദാവീദിലേക്ക് പോവുകയാണ്. എൻ്റെ അംഗീകാരം കുറഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രശ്നം തുടങ്ങുകയാണ്. അടുത്ത വാക്യം എന്താണ്? അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. എന്താണ് ശൗൽ കോപിക്കാൻ കാരണം? വേറെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. ദാവീദ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒരു തെറ്റും ചെയ്തില്ല.
പക്ഷെ ശൗലിൻ്റെ കോപം അവിടെ ജ്വലിക്കുകയാണ്. കാരണം എന്താണ്? എന്നേക്കാൾ അധികം, ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന എന്നേക്കാൾ അധികം ഈ ആട്ടിടയനായ ശൗലിനെ ഇവർ പുകഴ്ത്തുകയാണ്, അവർ ഉയർത്തുകയാണ്, ദാവീദിനെ ബഹുമാനിക്കുകയാണ്, ദാവീദിന് പുകഴ്ച കിട്ടുകയാണ്, ദാവീദിന് മഹത്വം കിട്ടുകയാണ്. എനിക്ക് കിട്ടേണ്ട മഹത്വം ദാവീദിങ്കിലേക്ക് പോയി. അതുകൊണ്ട് ശൗല് ഏറ്റവും കോപിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അടുത്ത വാക്യം എന്താണ്? ഈ വാക്ക് അവന് അനിഷ്ടമായി. ഈ വാക്ക് അവൻ അനിഷ്ടമായി. ദാവീദിന് മഹത്വം കൊടുക്കുന്നത് കണ്ടപ്പോൾ ശൗലിന് ഈ മഹത്വം കൊടുക്കുന്നതെല്ലാം കണ്ടത് അവൻ അനിഷ്ടമായി തീർന്നു. അവൻ്റെ ഹൃദയത്തിൽ രസിക്കുന്നില്ല, അവന് സന്തോഷമാകുന്നില്ല. വീണ്ടും അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടെന്നും തൻ്റെ മകളായ മീഖൾ അവനെ സ്നേഹിച്ചുവെന്നും ശൗൽ കണ്ടറിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദാവീദിനെ ഭയപ്പെടുകയാണ്. കാരണം എന്താണ്? അതിന് കാരണമുണ്ട്. ദൈവം ദാവീദിനോട് കൂടെയുണ്ട്. ഒരു ദൈവമാണ് ഈ ദാവീദിനെ നടത്തുന്നതെന്ന് ശൗലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ദാവീദിനെ ഭയപ്പെടുകയാണ്. പാവം ഈ ആട്ടിടയനെ ഇസ്രായേലിൻ്റെ രാജാവായ ശൗൽ എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? അധികാരമുള്ള ശൗൽ എന്തിനാണ് ഭയപ്പെടുന്നത്? ദാവീദിൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. ദാവീദിനൊരു ദൈവമാണ് നടത്തുന്നത്. അതാണ് ശൗലിൻ്റെ വിഷയം. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ശൗൽ ദാവീദിൻ്റെ ഒരു നിത്യശത്രുവായി തീർന്നു. ഒരു നിത്യശത്രുവായി തീർന്നു ശൗൽ ദാവീദിൻ്റെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ അങ്ങോട്ട് ദാവീദിനെ നശിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ശൗലിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. ദാവീദിനെ എങ്ങനെയും നശിപ്പിക്കണം, വേറെ ഒരു ലക്ഷ്യവുമില്ല. ദാവീദിനെ കൊല്ലണം. ദാവീദിൻ്റെ നിത്യശത്രുവായി തീർന്നു ശൗല്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ അവനെ നശിപ്പിക്കുവാൻ അവൻ്റെയും ജീവിതത്തിൽ ഒരു നിത്യശത്രുവുണ്ട്. അവനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ശത്രുവിൻ്റെ ഏക ലക്ഷ്യം. ഏതാണ് നമ്മുടെ നിത്യശത്രു? അത് ഈ ഭൂമിയിലെ മനുഷ്യരാരുമല്ല, ദുഷ്ടനായ പിശാചാണ് മനുഷ്യജാതിയുടെ നിത്യശത്രു എന്ന് പറയുന്നത്. അവൻ്റെ ഉദ്ദേശം, അവൻ്റെ ലക്ഷ്യം നിത്യ നരകത്തിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ പിന്നാലെ നടക്കുന്ന, അലറിക്കൊണ്ട് നടക്കുന്നതായ ഒരു ദുഷ്ടനായ പിശാചുണ്ട്. അതാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഈ ശത്രുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 പത്രോസ് 5:8. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രിയപ്പെട്ട അപ്പോസ്തലൻ പറയുകയാണ്, നമ്മളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. അലർന്ന സിംഹം പോലെ ഒരു പിശാച് ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞു ചുറ്റി നമ്മുടെ പിന്നാലെ നടക്കുകയാണ്. ഒരു അലർന്ന സിംഹം പോലെ പിശാച് നമ്മുടെ പിന്നാലെ ഊടാടി സഞ്ചരിക്കുകയാണ്. അവൻ്റെ ലക്ഷ്യം നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ്, നമ്മളെ വീഴിക്കുക എന്നുള്ളതാണ്, നമ്മളെ കെണികളിൽ ചെന്ന് കൊണ്ട് എന്നെത്തിക്കുക എന്നുള്ളതാണ്, നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സാത്താൻ ഇങ്ങനെ നമ്മെ വീഴിക്കുവാൻ ഈ ദുഷ്ടനായ പിശാച്, നിത്യശത്രുവായ പിശാച് നമ്മൾ എവിടെയാണ് വീഴിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് അലർന്ന സിംഹം പോലെ നമ്മുടെ പിന്നാലെ നടക്കുകയാണ്. ഒരു വിശ്വാസി, ഒരു ദൈവവൈതൽ എത്ര ജാഗ്രതയുള്ളവനായിരിക്കണം, എത്ര കരുതലോടെ ജീവിക്കണം. എവിടെയാണ് പിശാച് വീഴിക്കുന്നത്, എവിടെയാണ് നമ്മൾ തള്ളിവിടുന്നത്, എവിടെയാണ്, ഏത് കെണിയിലാണ് പിശാച് നമ്മൾ വീഴിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഒരു ചിന്തയിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഒരു മോഹത്തിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ സംസാരത്തിലായിരിക്കാം, ഒരുപക്ഷെ ഒരു പെരുമാറ്റത്തിലായിരിക്കാം. എവിടെയാണ് പിശാച് നമ്മെ ഉന്തി വീഴിക്കാൻ പിശാച് നമ്മുടെ പിന്നാലെ നടക്കുകയാണ്, അലറുന്ന സിംഹം പോലെ. ആരെയാണ് വിഴുങ്ങേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി വളരെ ജാഗ്രതയോടെ ജീവിക്കണം, വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മെ വീഴിക്കുവാൻ നമ്മുടെ പിന്നാലെ വരുന്ന ആ പിശാച് അത് നാം കാണുന്നുണ്ടോ? ആ പിശാചിനെ കണ്ട് നാം ഭയപ്പെടുകയല്ല, പക്ഷേ നാം വളരെ അലർട്ടായിരിക്കണം. എന്നെ വീഴിക്കുവാൻ, ഏത് സമയത്തും വീഴിക്കുവാൻ എൻ്റെ പിന്നാലെ പിശാച് വരുന്നുണ്ട്. അവൻ എവിടെയാണ് എന്നെ വീഴിക്കുന്നത്? ഏത് കെണിയിലാണ് എന്നെ കെട്ടിയിടുന്നത്? ഏത് അശുദ്ധിയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? പിശാചിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ശൗൽ ദാവീദിൻ്റെ നിത്യശത്രുവായി തീർന്നു, നിത്യശത്രുവായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദാവീദ് ശൗലിൻ്റെ കൊട്ടാരം വിട്ട് ഓടേണ്ടി വരികയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 19-ാം അധ്യായം 9-10 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ എന്താണ് നാം കാണുന്നത്? യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശൗല് ദാവീദിനെ കൊല്ലാൻ വേണ്ടി വരികയാണ്.
ജീവനുള്ള ദൈവം ദാവീദ് കൂടെ ഉണ്ട് എന്ന് ശൗലിന് നല്ല ഉറപ്പാണ്, നല്ല നിശ്ചയമാണ്. എന്നാൽ ശൗലിന് ലഭിച്ചതായ അഭിഷേകം ശൗലിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു ദുരാത്മാവാണ് ഇപ്പോൾ ശൗലിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാവം ആട്ടിടയനെ കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? ശത്രുത്വം കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു ദുഷ്ടനായ പിശാച്, ഒരു ദുരാത്മാവാണ് ശൗലിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിൻ്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തൻ്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശൗലിൻ്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം ദാവീദിനെ കൊല്ലുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മെ വീഴിക്കുക എന്നുള്ളതാണ്. നമ്മെ പാപത്തിൽ വീഴിക്കുക എന്നുള്ളതാണ്. നമ്മെ അശുദ്ധിയിൽ വീഴിക്കുക എന്നുള്ളതാണ്. നമ്മെ നിരാശയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മെ നിരാശയിലേക്ക് തള്ളിയിടുക എന്നുള്ളതാണ്. നമ്മെ പിശാചിൻ്റെ കൈകളിൽ അവനെ ഞെരുക്കി നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ശൗലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ദാവീദിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ദാവീദ് ഒരു നിത്യശത്രുവായി മാറി. പ്രിയപ്പെട്ടവരെ, നിർവാഹമില്ലാതെ ദാവീദ് കൊട്ടാരം വിട്ട് ഓടുകയാണ്. അനേക ഗുഹകളിലും മലകളിലും കാടുകളിലും മരുഭൂമിയിലും എല്ലാം ഈ പാവപ്പെട്ട ദാവീദ് ശൗലിനെ പേടിച്ച് ഓടുകയാണ്. 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 23-ാം അധ്യായം 14-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ എന്താണ് നാം കാണുന്നത്? ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ കൂടി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്, പലായനം ചെയ്യുകയാണ്. ഒരു അഭയാർത്ഥിയെ പോലെ ഇങ്ങനെ പലായനം ചെയ്യുകയാണ് ശൗലിനെ പേടിച്ച്. കാരണം ശൗല് പിന്നാലെ വരികയാണ്. ശൗല് കാടുകളിൽ കയറിയാൽ അവിടെ അന്വേഷിച്ച് ചെല്ലുകയാണ്. ശൗല് മരുഭൂമിയിൽ ചെന്നാൽ ശൗല് അന്വേഷിച്ച് അവിടെ ചെല്ലുകയാണ്. ഗുഹകളിൽ ഒളിച്ചാൽ ശൗൽ അവിടെ ചെല്ലുകയാണ്. ദാവീദിനെ കൊല്ലണം, ദാവീദിനെ കൊല്ലണം. പ്രിയപ്പെട്ടവരെ, ഒരു ദുരാത്മാവ് ശൗലിനെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം ദാവീദ് നിരാശപ്പെട്ടു പോയി. ഈ ഒരു അവസ്ഥയിലാണ് ദാവീദ് പറഞ്ഞത്. 27-ാം അധ്യായം ഒന്നുകൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഞാൻ ഒരിക്കൽ ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. വാസ്തവത്തിൽ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വേദനയാണ് ദാവീദ് പറഞ്ഞത്. കാരണം ശൗലിങ്ങനെ വേട്ടയാടുകയാണ്, ശൗല് പിന്നാലെ നടക്കുകയാണ്. ദാവീദിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. പ്രിയപ്പെട്ടവരെ, നമ്മെ നശിപ്പിക്കുവാൻ നടക്കുന്നതായ ഒരു പിശാചുണ്ട്. നമ്മെ നശിപ്പിക്കുവാൻ നടക്കുന്നതായ ഒരു ദുഷ്ടനായ പിശാചുണ്ട്. വാസ്തവത്തിൽ ഈ ശൗല് നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആരാണ്? പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിലെ മുറുകെ പറ്റുന്ന പാപമാണ്. മുറുകെ പറ്റുന്ന പാപം, നമ്മെ എപ്പോഴും വീഴിക്കുന്ന, എപ്പോഴും പരാജയപ്പെടുത്തുന്ന, എപ്പോഴും നമ്മൾ നിരാശയിലേക്ക് തള്ളിയിടുന്ന നമ്മുടെ മുറുകെ പറ്റുന്ന പാപമാണ് വാസ്തവത്തിൽ ഈ ശൗൽ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമോ? നിങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഈ ശൗൽ ഏതാണ്? നിങ്ങളുടെ ജീവിതത്തിലെ ശൗൽ ആരാണ്? നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപം ഏതാണ്? ചിലർക്കത് അശുദ്ധിയായിരിക്കാം, ചിലർക്കത് കോപമായിരിക്കാം, ചിലർക്കത് ദ്രവ്യാഗ്രഹമായിരിക്കാം, ചിലർക്കത് ലോകസ്നേഹമായിരിക്കാം, ചിലർക്ക് ഈ ലോകത്തിന് ഇമ്പങ്ങളായിരിക്കാം, ചിലർക്കത് മദ്യപാനമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ചിലർക്കത് കഞ്ചാവായിരിക്കാം. സഹോദര, നിന്നെ മുറുകെ പറ്റുന്ന പാപം ഏതാണ്? വിടാതെ നിന്റെ പിന്നാലെ വരുന്ന, നിന്നെ നശിപ്പിക്കാൻ വരുന്ന, നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന നിന്റെ മുറുകെ പറ്റുന്ന പാപം ഏതാണ്? നീ ഈ പാപത്തെ ഓർത്ത് ഭയപ്പെട്ട് ജീവിക്കുകയാണോ? ഈ ശൗലിനെ നോക്കിയാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഈ ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഞാൻ നശിക്കുകയുള്ളൂ. സഹോദര, നീ നശിക്കുകയില്ല. നീ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, നീ യേശുക്രിസ്തുവിനെ വിളിച്ചാൽ, നീ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ അഭയം പ്രാപിച്ചാൽ, നീ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിച്ചാൽ നീ നശിക്കേണ്ടി വരികയില്ല. നിന്നെ രക്ഷിക്കുന്നവനായൊരു ക്രിസ്തുവുണ്ട്. ദാവീദിനെ രക്ഷിച്ചവനായൊരു ദൈവമുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ ഒരിക്കൽ ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ എന്ന്. ഞാൻ നശിക്കുകയുള്ളൂ, ഞാൻ ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. നിരാശയുടെ വാക്കുകളാണ് ദാവീദ് പറഞ്ഞത്. പ്രിയപ്പെട്ട ദൈവവേദലേ, നീ ഇന്ന് നിരാശയോടെ ഇരിക്കുകയാണോ? നീ ഇന്ന് തളർന്നിരിക്കുകയാണോ? നീ പാപത്തെ ഓർത്ത് ഭയപ്പെട്ടിരിക്കുകയാണോ? നിന്റെ മുറുകെ പറ്റുന്ന പാപത്തെ ഓർത്ത് നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? ഈ പാപം മാറുന്നില്ലല്ലോ, ഈ പാപം എന്നെയും കൊണ്ടേ പോവുകയുള്ളല്ലോ. പ്രിയപ്പെട്ടവരെ, നീ എത്ര ഉപേക്ഷിച്ചിട്ടും, എത്ര തീരുമാനമെടുത്തിട്ടും, എത്ര വേണ്ട എന്ന് വെച്ചിട്ടും നിന്നെ വീണ്ടും പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന നിന്നെ മുറുകെ പറ്റുന്ന പാപത്തെ ഓർത്ത് നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? മകനെ, ശൗലിനെ നശിപ്പിക്കാൻ ഒരു ജീവനുള്ള ദൈവമുണ്ട്. നിന്നെ മുറുകെ പറ്റുന്ന പാപം മാറ്റിത്തരുവാൻ ക്രിസ്തു ജീവിക്കുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം.
യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ജീവനുള്ള ദൈവം എന്താണ് പറയുന്നത്? ദാവീദ് അനുഭവത്തോടെ പറയുകയാണ്, യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം. ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ദാവീദിനെ നിത്യശത്രുവായിരുന്ന ശൗലിന്റെ കയ്യിൽ നിന്ന് ദാവീദിനെ വിടുവിച്ചവനായൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. മകനെ, നിന്റെ മുറുകെ പറ്റുന്ന പാപം മാറ്റിത്തരുവാൻ ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. നീ ഏത് പാപത്തിലാണ് വീണ് കിടക്കുന്നത്? നിന്നെ ഇന്നും പരാജയപ്പെടുന്ന പാപം ഏതാണ്? നിന്നെ വിട്ടുമാറാത്ത പാപ സ്വഭാവം ഏതാണ്? അത് നിന്റെ അശുദ്ധിയാണോ? നിന്റെ കോപമാണോ? നിന്റെ വാശിയാണോ? നിന്റെ ദേഷ്യമാണോ? നിന്റെ മദ്യപാനമാണോ? നിന്റെ പുകവലിയാണോ? നിന്റെ സിനിമാ കമ്പമാണോ? ഏതാണ് നിന്റെ മുറുകെ പറ്റുന്ന പാപം? നീ യേശുവിനെ വിളിക്കൂ. ദാവീദിന്റെ നിത്യശത്രുവായിരുന്ന ശൗലിന്റെ മേൽ ജയം കൊടുത്തൊരു ദൈവമുണ്ട്. ശൗലിൽ നിന്ന് വിടുവിച്ചവനായൊരു ദൈവമുണ്ട്. യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം. ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം ദാവീദ് പാടുകയാണ്. അവൻ യഹോവയ്ക്കൊരു സംഗീതം പാടി. യഹോവയ്ക്ക് സംഗീതം പാടുകയാണ്, സന്തോഷിക്കുകയാണ്. മകനെ, നീ ഇന്ന് നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം. സഹോദരിയെ, നീ ഇന്ന് തകർന്നിരിക്കുകയായിരിക്കാം. നിന്റെ വായിൽ പാട്ട് തരുന്നൊരു ദൈവമുണ്ട്. നിന്റെ നാവിൽ സ്തുതി തരുന്നൊരു ദൈവമുണ്ട്. നിന്റെ നാവിൽ ജയഘോഷം തരുന്നൊരു ദൈവമുണ്ട്. ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപത്തിൽ വീണ് നിരാശപ്പെട്ടിരിക്കുകയാണോ? എനിക്കൊരിക്കലും ജയമില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ ശൗലിൻ്റെ കയ്യിൽ ഞാൻ നശിക്കുകയുള്ളൂ എന്ന് നിരാശപ്പെട്ടിരിക്കുകയാണോ? മകനെ, നിനക്ക് ജയം തരാൻ യേശു ജീവിക്കുന്നുണ്ട്. യേശു ജീവിക്കുന്നുണ്ട്. നിന്നെ സഹായിക്കാൻ അവൻ മതിയായവനാണ്. നിനക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. നിന്റെ പാപത്തിന് പരിഹാരം തരാനാണ് അവൻ മരിച്ചത്. നിന്റെ പാപത്തിന് ശിക്ഷ ഏറ്റുകൊണ്ടാണ് അവൻ മരിച്ചത്. നിനക്ക് വേണ്ടി മരിച്ച ആ യേശുവിൻ്റെ ക്രൂശിലേക്ക് നീ നോക്കിയാൽ, ഇന്ന് നീ പരാജയപ്പെട്ടവനാണെങ്കിൽ നിന്നെ ജയാളിയാക്കാൻ യേശു ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ വിളിക്കൂ. നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കൂ. ദാവീദ് ജയാളിയായി പാടിയ പാട്ടാണ് 18-ാം സങ്കീർത്തനം. 18-ാം സങ്കീർത്തനം നമുക്ക് എടുക്കാം. അതിൻ്റെ തലക്കെട്ട് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. പ്രിയപ്പെട്ടവരെ, 18-ാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നതിനുള്ള സാഹചര്യം എന്താണ് എന്ന് അതിൻ്റെ തലക്കെട്ടിൽ ദാവീദ് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് കേൾക്കാം. സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത്, ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി. നന്ദിയോടെ ദാവീദ് പാടുകയാണ്. നിരാശപ്പെട്ടിരുന്ന ദാവീദിന്റെ നാവിൽ ദൈവം സ്തുതി കൊടുത്തു. പരാജയപ്പെട്ട ദാവീദിന് ദൈവം ജയം കൊടുത്തു. നമുക്കും ജയം തരാൻ ഈ ദൈവം ശക്തനല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദൈവത്തിൽ ആശ്രയിപ്പീൻ. എന്താണ് 18-ാം സങ്കീർത്തനം ആദ്യത്തെ 1-2 വാക്യം വായിക്കാം. എന്റെ ബലമായ യഹോവേ, ദാവീദ് പാടുകയാണ്, എൻ്റെ ബലമായ യഹോവേ, എനിക്ക് ബലമില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് ഈ ശൗലിന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാൻ എനിക്ക് സ്വന്തമായ ശക്തിയില്ല. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജയം തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിനോട് സ്നേഹം വരികയാണ്. സഹോദര, നിനക്ക് യേശുവിനോടൊരു സ്നേഹമുണ്ടോ? നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനോട് നിനക്കൊരു സ്നേഹമുണ്ടോ? നിന്നെ രക്ഷിക്കാനാണ് അവൻ മരിച്ചത്. നിന്നെ രക്ഷിക്കാനാണ് അവൻ അടികൊണ്ടത്. നിന്നെ രക്ഷിക്കാനാണ് അവൻ തുപ്പലേറ്റത്. നിന്നെ രക്ഷിക്കാനാണ് അവൻ ചങ്ക കുന്തം കൊണ്ട് തുറക്കപ്പെട്ടത്. നിന്നെ രക്ഷിക്കാനാണ്, നിനക്ക് ജയം തരാനാണ് അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറിയത്. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. പിന്നെ അടുത്ത വാക്യം എന്താണ്? യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. ദാവീദ് ഈ സ്നേഹനിധിയായ ദൈവത്തെ വർണ്ണിക്കുകയാണ്. ഈ സ്നേഹനിധിയായ യേശുവിനെ ദാവീദ് വർണ്ണിക്കുകയാണ്. സഹോദര, നിനക്കും ഈ യേശുവിനെ വർണ്ണിക്കണ്ടേ? നിനക്കും ഈ യേശുവിനെ സ്തുതിക്കണ്ടേ? നീ ഇങ്ങനെ പരാജയപ്പെട്ട് കിടക്കണമോ? ഇനി നിനക്കൊരു ജയമുണ്ട്. നിനക്കൊരു ജയം തരാൻ യേശു ജീവിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ജയാളിയാണ്. യേശു ക്രിസ്തുവിനെ ജയിപ്പിക്കും. നീ ഇന്ന് വീണ് കിടക്കുന്ന പാപങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അതിൻ്റെ 28-29 വാക്യം കൂടെ നമുക്ക് വായിക്കാം. ദാവീദ് പറയുകയാണ്, നിരാശപ്പെട്ട് കിടന്ന ദാവീദ് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുകയാണ്. എന്താണ് പാടിയത്? നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ദാവീദ് പറയുകയാണ്, ഇന്ന് എൻ്റെ ദീപം കെട്ടുകിടക്കുകയാണ്, പക്ഷേ എൻ്റെ ദീപത്തെ കത്തിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രിയപ്പെട്ടവരെ, എന്തൊരു ധൈര്യമാണ്, എന്തൊരു പ്രത്യാശയാണ്, എന്തൊരു പ്രാഗൽഭ്യമാണ്
എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, എൻ്റെ സ്വന്തം പ്രാഗൽഭ്യം കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടല്ല, എൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ടല്ല. എനിക്ക് ജയം തരുന്നവനായ ഒരു ക്രിസ്തുവുണ്ട്, എന്നെ വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഞാൻ നിന്ന് തോറ്റുകിടക്കുന്ന പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവനായ ഒരു ക്രിസ്തുവുണ്ട്. മകനെ, നീ പരാജയപ്പെട്ടിരിക്കേണ്ട. പ്രിയപ്പെട്ട യൗവനക്കാരാ, നീ നിരാശപ്പെട്ടിരിക്കേണ്ട. നിനക്കൊരു ജയജീവിതം തരുവാൻ യേശു മതിയായവനാണ്. നിന്നെ മുറുകെ പറ്റുന്ന, നിന്നെ വരിച്ചു മുറുക്കിക്കൊണ്ടിരിക്കുന്ന പാപത്തിന്മേൽ ജയം തരുവാൻ യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അവൻ്റെ തിരുരക്തം ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് മനസ്സുണ്ടോ ഈ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ? നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് കൊതിയുണ്ടോ? ഉണ്ടെങ്കിൽ യേശു നിന്റെ അരികത്തപ്പോൾ വന്ന് നിൽക്കുകയാണ്. അവൻ നിന്റെ അരികത്തോടെ നടക്കുന്നുണ്ട്. അവനാണ് നിന്നോട് സംസാരിക്കുന്നത്. നിനക്കൊരു വിശ്വാസം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ യേശുവിനെ വിളിക്കുക, നീ യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവിനോട് നിന്റെ ഹൃദയം തുറക്കുക. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇന്ന് നീ യേശുവിന് വേണ്ടി ഹൃദയം തുറന്നാൽ നിനക്ക് വേണ്ടി സ്വർഗരാജ്യത്തിന് വാതിൽ തുറക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ജീവിതം സമർപ്പിക്കാം, നമുക്ക് യേശുവിനെ വിളിക്കാം, യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം, യേശുവിനോട് നമുക്ക് വാക്ക് പറയാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മുറുകെ പറ്റുന്ന പാപങ്ങൾ മേൽ ഞങ്ങൾക്ക് ജയം തരുവാൻ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട മക്കളെല്ലാവരും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. ഇതാ നിത്യശത്രുവാകുന്ന പിശാചിൻ്റെ മേൽ ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് ജയം നൽകണമേ. ജയാളികളാക്കി ഞങ്ങൾ തീർക്കണമേ. ഇതാ യേശു ക്രിസ്തുവിനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചൊരുക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.